സ്നേഹബഹുമാനമുള്ള വചനയാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ 6-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇന്നേ ദിനം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പ്രഖ്യാപിച്ച ലോക രോഗി ദിനം കൂടിയാണ്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനായി 32ാമത് ലോക രോഗി ദിനത്തിന് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ 2024 ജനുവരി 10 റോമിലെ സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ വെച്ച് നൽകപ്പെട്ട സന്ദേശം നമ്മൾ മനസ്സിൽ കരുതണം. പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് ഏകാന്തതയെ സൗഖ്യപ്പെടുത്താൻ സ്നേഹത്തിൻ്റെ ചികിത്സ ആവശ്യമാണ്. ഏതു രോഗത്തിലും ആവശ്യമായ ശുശ്രൂഷയുടെ ആദ്യ രൂപം അനുകമ്പയും സ്നേഹം നിറഞ്ഞ അടുപ്പവുമാണെന്ന്. ഈ ചിന്തയോടുകൂടി ഇന്ന് നമ്മൾ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്നതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാം. ആമുഖത്തോട് ചേർത്ത് വയ്ക്കുവാൻ മത്തായി 10:8 നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വചനം. യേശു പറഞ്ഞു, രോഗികളെ സുഖപ്പെടുത്തുക, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയെന്ന്. ഈ കൽപ്പനയോടെയാണ് യേശു ശിഷ്യന്മാരെ അയക്കുന്നത്. യേശു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നതിന് 6 ഭാഗങ്ങളായി നമുക്ക് വിചിന്തനം ചെയ്യാം. 1. കുഷ്ഠരോഗമെന്ന മഹാവിപത്ത്. ഇന്നത്തെ കാലത്തെ എയ്ഡ്സ് രോഗം പോലെ ആയിരുന്നു അന്ന് കുഷ്ഠരോഗം. യേശുവിൻ്റെ കാലത്ത് കുഷ്ഠരോഗം സാംക്രമിക രോഗമാണ്. ഈ രോഗം പല തലങ്ങളിൽ കുഷ്ഠരോഗിക്ക് ക്ലേശങ്ങൾ ഉളവാക്കുന്നതാണ്. അവ 1. ശാരീരികമായി വൈകല്യങ്ങൾ ഉളവാക്കുന്നതാണ്. ഒപ്പം അത് മാരകമായി തീരാവുന്നതുമാണ്. 2. സാമൂഹികമായി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരാണ് കുഷ്ഠരോഗികൾ. കുഷ്ഠരോഗികൾ സാംക്രമികമായ രോഗമായതിനാൽ ശുദ്ധിയുള്ളവർ കൂടി അശുദ്ധരാകാതിരിക്കാൻ കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്നും അകറ്റിയിരുന്നു. 3. മതപരമായി അവർ അശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടവരാണ്. തന്മൂലം ഇസ്രായേലിൻ്റെ ആരാധനാ ജീവിതത്തിൽ പങ്കാളികളാകാൻ അവർ അയോഗ്യരുമായിരുന്നു. ലേവ്യർ 13:18. ഇന്നത്തെ രണ്ടാമത്തെ വിചിന്തനം, കുഷ്ഠരോഗിയും യഹൂദ നിയമവും. കുഷ്ഠരോഗിയെ തൊടാൻ യഹൂദ നിയമം അനുവദിച്ചിരുന്നില്ല. കുഷ്ഠരോഗിയും തൻ്റെ മാതാപിതാക്കളും ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലമാണ് കുഷ്ഠരോഗം എന്ന ചിന്ത ഇവരുടെ ശരീരക്ലേശത്തോടൊപ്പം ആത്മീയ, മാനസിക, വൈകാരിക മുറിവുകൾ ഇവരിൽ ഉണ്ടാക്കിയിരുന്നു. ഡെഡ് മാൻ വാക്കിംഗ്, മരിച്ച മനുഷ്യൻ നടക്കുന്നു എന്നതിന് തുല്യമായിരുന്നു കുഷ്ഠരോഗിയുടെ അവസ്ഥ. കുഷ്ഠരോഗി യഹൂദ റബ്ബിമാരെ, ഗുരുക്കന്മാരെ സമീപിക്കുവാൻ പാടില്ല. കാരണം കുഷ്ഠരോഗം പാപത്തിൻ്റെ പരിണിത ഫലമായിരുന്നു. അവർക്ക് വിശുദ്ധ നഗരമായ ജെറൂസലേം പട്ടണത്തിലും പ്രവേശനമുണ്ടായിരുന്നില്ല. കുഷ്ഠരോഗം വന്നാൽ ക്യാമ്പിന് അല്ലെങ്കിൽ ഭവനത്തിന് വെളിയിൽ, നഗരത്തിന് പുറത്തവർ ഒറ്റയ്ക്ക് താമസിക്കണം. വാടകയ്ക്കെടുത്ത വസ്ത്രങ്ങൾ ധരിച്ച് മുട്ടത്തലയുമായി മേൽച്ചുണ്ട് മൂടി അവർ നടക്കണം. കുഷ്ഠരോഗി പുറത്തു സഞ്ചരിക്കുമ്പോൾ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകണം. ലേവ്യർ 13:45 മുതൽ 46 വരെയുള്ള വചനങ്ങളിലാണ് ഇവ കാണുന്നത്. 3. കുഷ്ഠരോഗിയുടെയും യേശുവിൻ്റെയും സമീപനം.
കുഷ്ഠരോഗിക്ക് വിശ്വാസമുണ്ട്, യേശുവിനോട് ആരാധനയുണ്ട്. കുഷ്ഠരോഗിക്ക് വിവേകമുണ്ട്, ക്ഷമയുണ്ട്. യേശുവിൻ്റെ അടുക്കൽ തിടുക്കത്തിലെത്തുന്നു. ബഹുമാനത്തോടെ യേശുവിനെ കുഷ്ഠരോഗി ആരാധിക്കുന്നു. കുഷ്ഠരോഗി മലയിലെ പ്രസംഗം തീരുന്നതുവരെ കാത്തിരിക്കുന്നു. ഇടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല. വിശുദ്ധ മത്തായിയിലാണ് ഇത് കൂടുതലായി എടുത്തു കാണിക്കുന്നത്. യേശുവിൻ്റെ സമീപനം. 1. യേശുവിന് കാരുണ്യമുണ്ട്, ശക്തിയുണ്ട്, സന്മനസ്സുണ്ട്. മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ സ്പർശിച്ചു. മോശമുടക്കിയ സ്പർശനം യേശു നടത്തുന്നു. സ്പർശനത്തിലൂടെ യേശു മോശയേക്കാൾ വലിയവൻ, മോശയുടെ പോരായ്മകൾ തിരുത്തുന്നവൻ എന്നർത്ഥം. 2. യേശുവിൻ്റെ സുഖപ്പെടുത്താനുള്ള നല്ല മനസ്സ്. മനമുണ്ടെങ്കിൽ മാർഗവുമുണ്ടെന്നൊരു ചൊല്ലുണ്ടല്ലോ. വിശന്നവൻ അപ്പം കൊടുക്കാൻ യേശു നല്ല മനസ്സ് കാണിച്ചപ്പോൾ 5 അപ്പവും 2 മീനുമുള്ള ബാലനെ അപ്പസ്തോലന്മാർ കണ്ടെത്തി. 3. യേശു പ്രശസ്തിയും അംഗീകാരവും ആഗ്രഹിക്കുന്നില്ല. കുഷ്ഠരോഗിയുടെ നന്ദി മാത്രം മതി യേശുവിന്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഏൽപ്പിച്ച ജോലി ചെയ്തു കഴിഞ്ഞാൽ ഉപകാരമില്ലാത്ത ദാസൻ എന്ന് പറയുവിൻ, കടമ നിർവഹിച്ചതേയുള്ളൂവെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിനെന്നൊക്കെ. 4. വിചിന്തനം. യേശുവിൻ്റെ കാരുണ്യം. യേശുവിന് കഴിവുണ്ട്, ശക്തിയുണ്ട്. അത് പ്രകടിപ്പിക്കുവാൻ പിശാച് ആവശ്യപ്പെട്ടു പ്രലോഭനത്തിൽ. യേശു അത് നിരാകരിച്ചു. കുഷ്ഠരോഗിക്ക് നൽകിയ സൗഖ്യം യേശുവിൻ്റെ കാരുണ്യമാണ്. എല്ലാ അത്ഭുതങ്ങളും ദൈവകാരുണ്യത്തിൻ്റെ ആവിഷ്കാരമാണ്. യേശുവിൻ്റെ കാരുണ്യത്താൽ യേശുവിൻ്റെ മനസ്സലിഞ്ഞു. കൈനീട്ടി സ്പർശിച്ചു. യേശുവിൻ്റെ ആരോഗ്യം പോലും യേശു തൃണവൽക്കരിച്ചു. സ്പ്ലാൻഗിനിസ്റ്റ് സോമായി എന്ന ഗ്രീക്ക് പദമാണ് മനസ്സലിവിന് ഉപയോഗിച്ചിരിക്കുന്നത്. കുടലിൽ ഇളക്കമുണ്ടായി എന്നാണ് പദത്തിൻ്റെ അർത്ഥം. പ്ലാൻഗിനിസ്റ്റ് സോമായി എന്ന പദം കരുണയുടെ അപ്രതിരോധ്യമായ പ്രായോഗിക തലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടിവയറിളകി വശായി അത് അനുഭവിക്കുന്ന മനുഷ്യൻ എന്തെല്ലാം ചെയ്യുമോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതിനെയാണ് കരുണയെന്ന് പറയുന്നത്. യേശു കുഷ്ഠരോഗിയുടെ സഹനം തൻ്റെ തന്നെ സഹനമായി കണ്ടു. 5. കുഷ്ഠരോഗം ആത്മീയ പാപമായി കണ്ടാൽ 1. രണ്ടും പാരമ്പര്യം കൊണ്ടുവരുന്നതാണ്. 2. രണ്ടും പ്രതീക്ഷ നിർഭരമല്ല. 3. രണ്ടിൻ്റെയും ഫലം മരണമാണ്. ഒന്ന് ശാരീരിക മരണവും മറ്റൊന്ന് ആത്മീയ മരണവും. 4. കുഷ്ഠരോഗം മാനുഷിക സഹവാസത്തിൽ നിന്ന് ഒരുവനെ ഒറ്റപ്പെടുത്തുന്നു. പാപമെന്ന കുഷ്ഠരോഗവും ദൈവിക കൂട്ടായ്മയിൽ നിന്ന് ഒരുവനെ ഒറ്റപ്പെടുത്തും. 5. ശാരീരിക കുഷ്ഠം ഒരുവനെ മനുഷ്യരുടെ മുമ്പിൽ അശുദ്ധനാക്കും. ആത്മീയ കുഷ്ഠം ഒരുവനെ ദൈവത്തിൻ്റെ മുമ്പിൽ അശുദ്ധനാക്കും. 6. ഉപസംഹാരമായും സന്ദേശമായും നമുക്ക് മനസ്സിലാക്കാം. 1. കുഷ്ഠരോഗി ആത്മീയ വൈദ്യൻ്റെ അടുക്കൽ വന്നു. ആത്മാവും ശരീരവും സൗഖ്യം പ്രാപിച്ചു. രോഗി ഡോക്ടറെ കാണണം. എന്നാൽ ഡോക്ടറെ മാത്രം കണ്ടാൽ പോരാ, യേശുവിനെയും ആശ്രയിക്കണം. യേശു സൗഖ്യം നൽകുന്നവനാണ്. 2. കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചത് സ്പർശനത്തിലൂടെയാണ്. യേശു സ്പർശിച്ചാൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അതിന് നമ്മൾ യേശുവിനോടൊപ്പം ഉണർന്നിരിക്കണം, പ്രാർത്ഥിക്കണം. 3. യേശു കുഷ്ഠരോഗിയെ സ്പർശിച്ചതിലൂടെ നിന്ദിക്കപ്പെട്ടവനെ അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ടവരെ സമൂഹത്തിലേക്ക്, മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു.
സ്നേഹവും ഉദാരമനസ്കതയും ഇതിന് ആവശ്യമാണെന്ന് അപ്പസ്തോലൻ കൊറിന്തോസ്യർക്ക് 1 ലേഖനം 10:32 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്, ക്രിസ്ത്യാനികളായി മാറുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.